ഡോക്ടർ ഡോക്ടറെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് തീരെ മൈൻഡ് ചെയ്യുന്നില്ല. മാർക്കറ്റിൽ മൂവിങ് വളരെ കുറവാണ്. ബാക്കിയുള്ള കമ്പനീസിൻ്റെ ഓഫേഴ്സ് എല്ലാം അറിയോ എനിക്ക്? നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് പ്രത്യേകിച്ച് ഓഫേഴ്സ് ഒന്നും ഇല്ലല്ലോ. നിങ്ങളുടെ കമ്പനിയിലെ ആ ലാസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, എന്തായിരുന്നു അത്? ആ ക്രിമീൻ്റെ ടോണിക്ക് എന്തായിരുന്നു അതിൻ്റെ പേര്? മിഫ്രാക്കൊസിൻ PX. അത് കഴിച്ചാൽ ക്രിമി പോവുമായിരിക്കും. അല്ല, ക്രിമി പോവും. പക്ഷെ മറ്റേ കമ്പനീൻ്റെ ടോണിക്ക് കഴിച്ചാലും ക്രിമി പോവും. അതിൻ്റെ കൂടെ എനിക്ക് തായ്ലൻഡ് പോവാ, റഷ്യ പോവാ, ജപ്പാനിൽ പോവാ, മാൽഡീവ്സ് പോവാ. നിങ്ങളെ കമ്പനിയിലെ ടോണിക് കുടിച്ചാൽ എന്നാ ക്രിമി മാത്രം പോവും. ഡോക്ടർ, അതിനേക്കാളും നല്ല കിടിലൻ ഓഫറാണ് ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് തരാൻ പോകുന്നത്. തൻ്റെ പേര് കണ്ടോ 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 ഡോക്ടർക്ക് നല്ല മറവി ശക്തി കൂടുതലാണ്. അല്ല, ഓർമ്മശക്തി കുറവാ. അത് പിന്നെ ഓരോരോ കുഴപ്പമില്ല ഡോക്ടർ. ഡോക്ടറിൻ്റെ ലൈഫ് നമുക്കറിയില്ലേ. ഡോക്ടറെ, ഈ രോഗികൾക്ക് എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞു പോയി രോഗം പിടിപ്പിച്ചങ്ങ് വന്നാൽ മതി. പക്ഷേ ഡോക്ടർമാർക്ക് അങ്ങനെയല്ലല്ലോ. ഡോക്ടർമാർക്ക് അത് ചികിത്സിച്ച് വേണ്ട മരുന്നൊക്കെ ഉപദേശിച്ച് ഇപ്പോൾ വയറൊക്കെ തുറന്ന് ഓപ്പറേഷൻ ചെയ്യണം. ടെൻഷനുള്ള പരിപാടിയാണല്ലോ. പിന്നെ ടെൻഷൻ എന്തെല്ലാം ഉണ്ടപ്പാ. അതാണ്, അവിടെയാണ് ഡോക്ടർ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോകുന്നത്. മെഡിക്കേറ്റഡ് കത്രിക. ഡോക്ടർ, ഓർമ്മക്കുറവ് കാരണം നമ്മൾ ഈ മെഡിക്കേറ്റഡ് കത്രിക രോഗിയുടെ വയറ്റിൽ വെച്ച് മറന്നു പോയി കഴിഞ്ഞാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ആർക്ക്? എനിക്കും പ്രശ്നമില്ല, ഡോക്ടർക്കും പ്രശ്നമില്ല, ഞങ്ങളുടെ കമ്പനിക്കും പ്രശ്നമില്ല. പേഷ്യൻറ്റിനോ? ഈ ഒരു 10-50 വർഷത്തേക്ക് ഈ കത്രിക വയറ്റിലുണ്ടായത് വെച്ച് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അല്ലടോ, തുരുമ്പെടുക്കുവാറ്റ ചെയ്യുവാ? ഈ വെള്ളവും ചായയെല്ലാം കുടിക്കുന്നതല്ലേ? അതിന് നമുക്കൊരു ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ നമുക്ക് ടോണിക്കായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ? ഡോക്ടർ, സർജറി കഴിഞ്ഞ എല്ലാവർക്കും നമുക്ക് ഈ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ ടോണിക്കായിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. എല്ലാവരും കുടിക്കട്ടെ. അല്ല, കുറച്ച് കഴിയുമ്പോൾ വേദന മാറ്റം വരുവാ? വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ല ഫുഡ് പോയ്സൺ എന്നെങ്ങാനും പറയാലോ. ഇപ്പോൾ കുറച്ച് ആൾക്കാരോട് പറയാം ബീഫ് കഴിച്ചുകൊണ്ടാന്ന് പറയാം, വേറെ കുറച്ച് ആൾക്കാരോട് പറയാം ഈ പോർക്ക് കഴിച്ചുകൊണ്ടാന്ന് പറയാം. ഇത് രണ്ടിലും പറ്റാത്ത ആൾക്കാരോട് ഈ പിന്നെ മീനിൻ്റെ മുള്ളു കുടിക്കുകയാണെന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല അല്ലേ? പിന്നെ വയറ്റിൽ വെക്കും. പിന്നെ നമ്മളിത് ഇങ്ങനെ വെക്കാതെ നോക്കണം. പിന്നെ ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ വല്ല കുത്തിക്കയറൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ആ തിരക്കിനിടയിൽ ഇതൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ലോ. ഇപ്പം എങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ വയറ്റിൽ കുറേ കാലം നിൽക്കും. ഇപ്പം 50 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുണ്ടാവും ആർക്കറിയാം. ഇൻട്രസ്റ്റിംഗ്. ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഇയാള് മെഡിക്കൽ റെപ്പോ ഡോക്ടറോ? അറിയാം കുറച്ച്. അല്ല, ഞാനും അതിങ്ങനെ ആലോചിക്കുന്നു. കുറേ കാര്യങ്ങളൊക്കെ അറിയാം. ഓഫർ എന്താ? ഓഫർ ഡോക്ടർക്ക് തായ്ലൻഡ്, ജപ്പാൻ, പിന്നെ ഇവിടെ വിയറ്റ്നാം, റഷ്യ ഇവിടെയൊക്കെ പോകണോ അതോ ജയിലിൽ പോകാതിരിക്കണം? ഏട് 10 വെട്ടി കത്രിക.